ഹലോ മുത്തുമണീസ്, എന്താണ് എല്ലാവരുടെ വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് അടുക്കളയൊക്കെ കിടക്കണ കണ്ടോ, ഇന്നപ്പോൾ ഇത്തിരി സ്പെഷ്യലാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അതിൻ്റെ കോലാകാലമാണ് ഈ കാണുന്നത്. അപ്പോൾ ഞാൻ അന്നത്തെ കുറച്ച് അരി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നെയ്ച്ചോറും ഇത്തിരി കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് പരിപ്പിച്ചാറും വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കായ്ച്ചാറെന്ന് പറയാൻ പറ്റില്ല, ഇറച്ചിയൊന്നുമില്ല. അപ്പോൾ വെറുതെ ജസ്റ്റ് ഒന്നിങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ ഒരു ഇതാട്ടോ കാണുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അസറസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയിലേക്ക് ഇറങ്ങിയതാട്ടോ. അപ്പോൾ അങ്ങനെ നെയ്യ് ഒഴിച്ച് ഓയിലൊക്കെ ഒഴിച്ച് നമ്മൾ വലിയ ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി, മല്ലിയിലൊക്കെ ഇട്ടൊന്ന് വണക്കിയെടുക്കട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് നെയ്ച്ചോറ് വെക്കാം. പിന്നെ ഇഞ്ചി പേസ്റ്റൊക്കെ ഇട്ടിട്ട് അരിക്കനുസരിച്ച് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ എങ്ങനെ ഉണ്ട് നമ്മുടെ റമദാൻ അവസാനത്തെ 10 എത്ര വേഗം നമ്മളിൽ നിന്ന് പിരിയാനായില്ലേ നമ്മുടെ റമദാൻ. ഇനി അടുത്ത കൊല്ലം ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും എന്താ പറയുക, ആയുസ്സും ആരോഗ്യമൊക്കെ ഉണ്ടാവട്ടെ. അടുത്ത കൊല്ലം നോമ്പ് വന്നാലെടുക്കാനും ഒക്കെ. അപ്പോൾ ഇതാ നമ്മൾ എത്ര വേഗം എന്താ പറയുക, ഒരു മാസം പോയതേ അറിഞ്ഞില്ല അല്ലേ. റമദാൻ വരുമ്പോൾ ഒരു സന്തോഷമല്ലേ, പോകുമ്പോൾ ഒരു സങ്കടമാണ്. അങ്ങനെ ഇതാ ഇനി പെരുന്നാൾ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്, ഒക്കെ അങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. നോമ്പ് തുറക്കാനുള്ള സംഭവങ്ങളൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കുറച്ചരി, അന്നത്തെ കുറച്ചരി ഉണ്ടായിരുന്നു കേട്ടോ. നമുക്കിത് ഒരാൾ ബിരിയാണി അരി തന്നതാട്ടോ. അപ്പോൾ അതൊന്ന് നമ്മൾ ലേസ് നെയ്ച്ചോറ് പോലെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കായക്കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഉപ്പ് നോക്കാൻ പറ്റില്ലല്ലോ നോമ്പായതുകൊണ്ട്. കൈ വേദനിച്ചിട്ട് ചെയ്യാം കേട്ടോ. അതോ ഞാൻ കൈ മടക്കി വെച്ചിട്ട് എന്ത് ഭയങ്കര വേദന കൈ. ഒരു പീസ് തണ്ണിമത്തനുണ്ട് കേട്ടോ. അപ്പോൾ അതുണ്ട്. പിന്നെ എന്താണ് നെയ്ച്ചോറും കായക്കറിയും, പിന്നെന്താ അതൊക്കെ തന്നെ. പിന്നെ റിയാസ്ക്ക് കടി വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്ന് ഭയങ്കര ക്ഷീണം കേട്ടോ. ഒന്ന് ചൂട് കൂടുന്തോറും നമുക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം സംഭവിക്കുന്നുണ്ട് അതുപോലെ. അപ്പോൾ റിൻഷ്മോൾ ഇന്ന് സ്കൂളൊന്നും ഇല്ല, എക്സാം പക്ഷെ നോമ്പ് നോറ്റിട്ട് ആ ക്ഷീണിച്ച് കിടക്കുക കേട്ടോ. അവിടെ കുഴഞ്ഞു വിട്ട് കിടക്കുക അവൾ. എടുക്കണ്ടെന്ന് പറഞ്ഞാൽ കേൾക്കൂല. പിന്നെന്താ എക്സാം അല്ലമ്മ, പരീക്ഷയ്ക്ക് ജയിക്കണ്ടേ, അള്ളാരോട് ദുആ ചെയ്യണ്ടേ. അപ്പോൾ അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് പ്രിയാസ്ക്ക് കടി വാങ്ങിക്കാൻ പോയി കേട്ടോ. ഇനി വെള്ളം കലക്കണം. സമയം 5:30 തന്നെ ആയിട്ടുള്ളൂ കേട്ടോ. ഞാൻ അസറസ്കരിച്ച ശേഷം അങ്ങനെ അടുക്കള കയറി ചോറും കൂട്ടാനൊക്കെ വെച്ചു. അപ്പോൾ ഭയങ്കര ചൂട് താങ്ങണില്ല കേട്ടോ. ഒരു മഴ പെയ്ത വേണ്ടില്ലല്ലേ, എന്നാൽ നോമ്പിനൊരു ആശ്വാസം കിട്ടും നമുക്കൊക്കെ. അത് നല്ല അങ്ങനെ റമദാൻ 24-ാമത്തെ അല്ലേ, 24 ആയി സമയം. അപ്പോൾ പെരുന്നാൾ ഡ്രസ്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. ഒക്കെ ചെറിയ തോതിലെടുത്തു. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അല്ലെങ്കിൽ പറ്റിയ അതിൻ്റെ വീഡിയോ ഇടാം, അല്ലെങ്കിൽ പെരുന്നാളിന് എല്ലാവരും ഇട്ടിട്ട് നമുക്ക് കാണാമല്ലോ. ഏതാ വേണ്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഡ്രസ്സ് ഇപ്പോൾ കാണണം എന്നുള്ളവർ ഇപ്പോൾ കാണണം എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇടണം എന്ന് പറയണം, എന്നാലേ ഞാൻ ഇടുള്ളൂ. ഡ്രസ്സ് എടുത്തതിൻ്റെ വീഡിയോ കാണുമെന്ന് പറഞ്ഞാൽ ഞാൻ അതൊരു വീഡിയോ ആക്കി ഇടാം. ഇല്ല പെരുന്നാളിന് കണ്ടാൽ മതി എന്നുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ കേട്ടോ. എന്തായാലും കമൻറ്റ് വന്നു കേട്ടോ, എന്നാലേ ഞാൻ വീഡിയോ ചെയ്യുള്ളൂ. അപ്പോൾ ഇപ്പോൾ കാണണം എന്ന് ഇപ്പോൾ പറയുന്നവർക്ക് ഞാൻ വീഡിയോ ചെയ്യും, അല്ലാത്തവർക്ക് വേണ്ട നമുക്ക് പെരുന്നാളിന് ഇട്ട് കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ കേട്ടോ. നിങ്ങളുടെ ഇഷ്ടം എന്താണ് കമൻറ്റ്, അതുപോലെ ഞാൻ ചെയ്യുള്ളൂ. അപ്പോൾ നല്ല കാറ്റിങ്ങനെ വീശുമ്പോൾ ഒരു സുഖമുണ്ട് കേട്ടോ. ഈ സമയത്ത് മുകളിൽ ലൈറ്റ് ചൂടുണ്ടാവും, എന്നാലും കാറ്റൊക്കെ എനിക്ക് നല്ല സുഖമാണ്. ആരോ പറഞ്ഞു കേട്ടോ എക്സസൈസ് ചെയ്താൽ കഴുത്ത് ശരിയാവുന്നത്. പക്ഷെ ഇത് എക്സസൈസിൻ്റെ ഇതല്ല കേട്ടോ. എനിക്ക് ഈ തൈറോയിഡിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് ഞാൻ വണ്ണം വെച്ചാൽ എനിക്കിവിടെ വണ്ണം വരും, മെലിഞ്ഞാൽ അത് പോവും കേട്ടോ. മെലിഞ്ഞ് പറഞ്ഞാൽ അങ്ങനെ അത് കമ്മിയായി പോവും. ഞാൻ വണ്ണം വെച്ചാൽ ഒരു 10ാം ക്ലാസ് വരെ ഞാൻ വണ്ണങ്ങി ഉണ്ടായിരുന്നില്ല, പെട്ടെന്നാണ് അങ്ങനെ തടി വെച്ചത് കേട്ടോ. ഇത് തൈറോയ്ഡ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ, ഇതില്ല പറഞ്ഞാൽ ഞാൻ മെലിഞ്ഞിട്ടായിരിക്കും. വണ്ണം വെച്ചത് കൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത് കേട്ടോ. വണ്ണം ഇല്ല പറഞ്ഞാൽ കണ്ടോ അങ്ങനെ അത് അമർത്തി പിടിച്ചറിയാത്ത പോലെ വെച്ചാൽ മെലിഞ്ഞും കൊണ്ടായിരിക്കും. അതിങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. തൈറോയ്ഡ് പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഗുളിക ഇപ്പോൾ കുറവാണ്, എന്നാലും ഗുളിക നിർത്താൻ പറ്റില്ലല്ലോ. കുറഞ്ഞിരിക്കണം, പക്ഷെ ഗുളിക നിർത്താൻ പറ്റില്ല. അതിന് നോമ്പ് തുറക്കണ ഇതായിട്ട് കാണാം. ഒരാളിവിടെ ക്ഷീണിച്ചു ഇരിക്കുകയാണ്. ഗൈസ്
റിയാസ്ക ക്ഷീണിച്ചിട്ടിരിക്കുകയാണ്. കടിയൊക്കെ വന്നിട്ട് കേട്ടോ എല്ലാവർക്കും നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാൻ. ഒരു മഴ പെയ്താലും ഒരു ഉഷാറായി അല്ലേ? മഴ പെയ്യും തോന്നുന്നു. എനിക്ക് വേണ്ടി ഒരു മഴ പെയ്യൂ അല്ലാഹുവേ. അല്ലാ പഠിച്ചോനെ മഴ പെയ്യണേ. ക്ഷീണുണ്ടോ നോമ്പ്? എങ്ങനെയുണ്ട് അല്ലേ? ഇങ്ങോട്ട് നോക്ക്. അതിലേക്ക് നോക്കണ്ട ഗൈസ്. ഇവിടെ ഒരാൾ താളം തെറ്റിയിരിക്കുകയാണ്. പിന്നെ റിയാസ്ക കടിയൊക്കെ വാങ്ങിയിട്ട് വന്നിട്ട് അപ്പോൾ റിയാസ്ഖാനെ റിയാസ്ഖാൻ്റെ ക്ഷീണം കണ്ടപ്പോൾ ഒന്ന് ഇളക്കിയതാട്ടോ. പാവം ഭയങ്കര ക്ഷീണമുണ്ട്. വണ്ടിയൊക്കെ ഓടുമ്പോൾ നല്ലൊരു എന്താ പറയുക ചൂടല്ലേ, താങ്ങണില്ല കേട്ടോ റിയാസ്ഖാക്ക്. എന്നാലും നോമ്പൊന്നും വിട്ടിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ രസ്നപ്പൊടി വെള്ളമൊക്കെ കലക്കി പിന്നെ കടി കൊണ്ടുവന്നതൊക്കെ പാത്രത്തിലാക്കിയിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു മുകളിൽ പോയിട്ടല്ലേ നോമ്പ് തുറക്കണത്, പൊടി മണ്ണൊക്കെ ആവില്ലേ, അപ്പോൾ അവിടെ പോയിട്ട് പാത്രത്തിലാക്കാമെന്ന് വിചാരിച്ച് വീണ്ടും ഞാൻ കവറിലൊക്കെ ആക്കി കേട്ടോ. നമ്മുടെ ബ്രെഡിൻ്റെ ഉള്ളിൽ പച്ചക്കറിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു സാധനം ഉണ്ടല്ലോ, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതും ഉഴുന്നുവടയും ബജ്ജിയും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ചായ ഇല്ലാണ്ട് നോമ്പ് തുറ എന്താണോ, കടിക്ക് എനിക്ക് ചായ കേട്ടോ വേണ്ടത് ആദ്യം. പിന്നെ വെള്ളം കുടിച്ചിട്ട് കടിയും ചായ കേട്ടോ മെയിനായിട്ട്. പിന്നെ അതൊക്കെ ഒന്ന് റെഡിയാക്കി നമ്മൾ എല്ലാം മുകളിൽ കാണാം കേട്ടോ കൊണ്ടുപോകുന്നത്. അപ്പോൾ മുകളിൽ നല്ല സുഖമാണ് നോമ്പ് തുറക്കാൻ, കാറ്റും കൊണ്ട് നോമ്പ് തുറക്കാൻ. വേണമെങ്കിൽ അവിടെ തന്നെ നിസ്കരിക്കുകയും ചെയ്യാം കേട്ടോ. ഞാൻ നിസ്കരിക്കണമെന്ന് അവിടെ ഇല്ല, റൂമിൽ തന്നെ നിസ്കരിക്കുകയൊക്കെ ചെയ്യാം. നോമ്പ് തുറന്ന് കുറച്ച് നേരം ഒന്നിതായിട്ട് അങ്ങനെ മുകളിൽ കേട്ടോ ഗൈസ് നോമ്പ് തുറക്കണ്. റിയാസ്ക്ക് ഇതാ അവിടെ സല്ലി പാടിയിട്ടുണ്ട്. ഇന്ന് ഭയങ്കര ക്ഷീണാത്രേ, തളർന്ന് കിടക്കട്ടെ. അപ്പം ഞങ്ങൾ നോമ്പ് തുറക്കുള്ള എല്ലാ സംഭവങ്ങളും മുകളിലെത്തിച്ചിട്ടുണ്ട്. ഇത് വെള്ളം, അപ്പം കടി ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ. അപ്പോൾ ഇവിടെ ഷോള്. അപ്പോൾ ഇത് ചായ, എൻ്റെ സ്പെഷ്യൽ ചായ കേട്ടോ. പിന്നെ നമ്മുടെ പള്ളിക്കഞ്ഞി ഒക്കെ മൂടി വെച്ചിട്ട് കേട്ടോ. തണ്ണിമത്ത എല്ലാം ഉണ്ട്. അപ്പം വെള്ളം ഇത് കൊടുക്കാൻ നേരത്തെ എടുക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പം റിയാസ്ക നോക്ക് കിടക്കുക. അല്ല അപ്പുറത്ത് കാലുണ്ട്, പഠിച്ചോനെ ഇങ്ങോട്ട് വെക്കുന്നു കാല്. അല്ലാ നോക്ക്, അപ്പുറത്ത് വീഴോ. എവിടെ മറ്റുള്ളവരൊക്കെ എവിടെ? സ്റ്റെപ്പ് പറയാ. ഈ മേഘം നോക്കട്ടാ റൈസു, മേഘം നോക്ക്. കുടിക്കാനുള്ള വെള്ളം അത്താൻ്റെ അടുത്ത് വെച്ചോട്. നല്ല രസമാട്ടോ ഈ നേരത്ത് ഇവിടെ. ഞങ്ങളുടെ കണ്ട് എല്ലാവരും കള്ളക്കോപ്പി അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. റോഡിൽ കൂടെ വണ്ടി റിയാസ്ക്ക് നോക്ക് ഗൈസ് കിടക്കുന്നത്. എൻ്റെ തലക്ക് നല്ല ഇവിടെ ഒരു കുരു വന്നിട്ട് നോക്ക്. റിൻസിനെ വിളിച്ചിട്ട് വേഗം. നല്ല രസമുണ്ട് കേട്ടോ. അവിടെ മുകളിൽ നോക്കുമ്പോൾ മാനം നോക്ക്, എന്ത് രസമാണ് കാണാൻ അല്ലേ? നല്ല രസമാണ് അല്ലേ? കുതിരപ്പുറത്ത് ആരോ പോണ പോലെ ഇല്ല റൈസായി നോക്ക്. കുതിരപ്പുറത്ത് ഇങ്ങനെ അല്ലേ ഒരു ഇതെന്ത് ചിഹ്നം പോലെ തോന്നുന്നുണ്ട് പറഞ്ഞോ. ഞാൻ ബാക്കിൽ കാണിച്ചിട്ട് കേട്ടോ ഗെയ്സ്. ഇത് എങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നത്? എനിക്കൊരു കുതിര ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ട്. വണ്ടികളൊക്കെ ഇങ്ങനെ ഒന്നും പോകില്ല. അപ്പം ഞങ്ങൾ ബാക്കിൽ നിറയെ വീടുകളുണ്ട് കേട്ടോ. വലിയ എന്താടി നമ്മളിവിടുന്ന് നല്ല വാങ്കുവിളി കേൾക്കും കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വാങ്ക് വിളിക്കുന്നത് കേൾക്കും. നമ്മളെ കണ്ടിട്ട് കുറേ പേര് കള്ളക്കൊപ്പിയൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ അല്ലേ. ഇന്ന് നല്ല ക്ഷീണമുണ്ട് കേട്ടോ. ചൂട് എൻ്റെ കൈയൊക്കെ ഭയങ്കര വേദന, എന്താണെന്നറിയില്ല. ചേച്ചി ഇങ്ങോട്ട് വാ. ഞാൻ ഇങ്ങോട്ട് വരും, അപ്പുറത്ത് പോയി കിടക്കുന്നത്. ഇങ്ങോട്ട് വാ, അപ്പം വാങ്ങി കൊടുക്കും. ഒരു 5 മിനിറ്റ് സമയം നോക്കട്ടെ. ആവട്ടെ 6:23 എന്നിലും കൂടുതൽ ഇന്ന് ഭയങ്കര ക്ഷീണം. സമയം ആയിട്ടില്ല കേട്ടോ. പാവം പാട്ട് പാടിക്കൊടുത്ത്. അപ്പൊ ഞങ്ങള് സാധനങ്ങൾ കിട്ടും. പേര് എടുക്കട്ടെ.
മുടിയൊക്കെ വെട്ടിയിട്ടോ. റജിക്കുട്ടിൻ്റെ മുടിയൊക്കെ നമ്മൾ അടിപൊളിയാക്കിയിട്ട് വെട്ടിയിട്ടുണ്ട് കേട്ടോ. കാണിച്ചെടുക്ക്. ആ പച്ചക്കിട്ട് കാണിച്ചു. ഷാളൊക്കെ ഇട്ടിട്ട് കുറച്ചുണ്ട്. അത് കിടക്കുന്നത് വീഡിയോയിൽ കാണും. കുറച്ച് നേരം കൂടി എനിക്ക് പേരടി മേല് കൈ മൊത്തം നല്ല പൊട്ട വീഴുണ്ട്. പാട്ടൊക്കെ അങ്ങനെ നമ്മൾ ബാങ്കൊക്കെ കൊടുത്തപ്പോൾ നോമ്പൊക്കെ തുറക്കാൻ തുടങ്ങിയിട്ടോ. അപ്പോൾ നമ്മളെക്കാട്ടി തിരക്ക് നമ്മുടെ മക്കൾക്കാട്ടോ. നോമ്പെടുത്ത് നമ്മളെക്കാട്ടി ഇത് അവർക്കാ തിരക്ക്. അങ്ങനെ നമ്മളെല്ലാവരും ഇവിടെ വട്ടത്തിലിരുന്ന് നോമ്പൊക്കെ തുറന്നു. നല്ല രസമാട്ടോ. അൽഹംദുലില്ലാ ഇങ്ങനൊരു റാഹത്തായി. പഠിച്ചവൻ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. പഠിച്ചവനോട് ഒരുപാട് നമ്മൾ നന്ദി പറയുക. ഈ സമയം അല്ലേ നമ്മുടെ തെറ്റുകളൊക്കെ അല്ലാഹ് പുറത്ത് തരട്ടെ. നമ്മളെ സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. വെയ്യായി വന്ന കുറേ ആളുകളുണ്ട്. അതിൻ്റെ എല്ലാം പഠിച്ചവൻ ഷിഫാക്കി കൊടുക്കട്ടെ. ഓരോരുത്തരുടെ വെയ്യായി ഇതൊക്കെ കാണുമ്പോൾ മനുഷ്യർക്ക് ആകെ ടെൻഷനാട്ടോ. അപ്പോൾ എല്ലാ ബുദ്ധിമുട്ടും ഇടങ്ങളും വെയ്യായികളും ഒക്കെ അല്ലാഹ് മാറ്റി കൊടുക്കട്ടെ. ഈ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മളിൽ വീടില്ലാത്തവർക്കൊക്കെ വീടാവാനും ഒക്കെ പഠിച്ചവൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ചെറുതും വലുതുമായി നമ്മളെ സഹായിച്ച ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ പഠിച്ചവൻ ആയുസ്സും ആരോഗ്യം നീട്ടിയിട്ട് കൊടുക്കട്ടെ. ഈ സമയം ഞാൻ ദുആ ചെയ്യും. പിന്നെ നമ്മുടെ ഈ സാധാരണക്കാരായ നമ്മുടെ ഈ കുഞ്ഞു ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഈ ഒരു ഷെയർ ചെയ്യലും കാണലൊക്കെയാണ് നമ്മുടെ ഒരു സപ്പോർട്ടും ബലം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റൊക്കെ ചെയ്യുക കേട്ടോ. വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു ലൈക്കും കൂടി കൊടുക്കുക. അപ്പോൾ നല്ല ഇൻഷാ അല്ലാഹ് വീഡിയോ ഒക്കെ ആയിട്ട് വരാം. ഇനി ഇൻഷാ അല്ലാഹ് പെരുന്നാൾ ഡ്രസ്സ് ഇട്ടതിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ടായിരിക്കും ഞാൻ വരുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ മുത്തുമണീസിനും ഈദ് മുബാറക്. അപ്പോൾ ഇനിയും നമ്മുടെ സപ്പോർട്ട് ഇനിയും തുടർന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ വേഗം തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.